ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയ് കുമാർ മലയാളികളുടെ പ്രിയപ്പെട്ട താരമാണ്. 1984 പുറത്തിറങ്ങിയ അമ്പിളിയമ്മാവൻ എന്ന ചിത്രത്തിലൂടെയാണ് 48-കാരനായ പക്രു അരങ്ങേറ്റം കുറിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം മിമിക്രി വേദികളിൽ സജീവമായിരുന്നു അദ്ദേഹം. 2006 മാർച്ചിലാണ് ഗിന്നസ് പക്രു ഗായത്രി മോഹനെ വിവാഹം കഴിച്ചത്. ദമ്പതികൾ അവരുടെ 18ാം വാർഷികം ആഘോഷിച്ചത് ഏതാനും മാസങ്ങൾക്ക് മുൻപായിരുന്നു. 2 പെൺമക്കളാണ് ഇവർക്കുള്ളത്. മൂത്ത മകൾ ദീപ്തി കീർത്തനയും ജനിച്ചത് 2008-ലാണ്. 2023 ഗിന്നസ് പക്രു വീണ്ടും അച്ഛനായി. ഇളയ കുട്ടിക്ക് കുടുംബം ദ്വിജ കീർത്തി എന്നാണ് പേരിട്ടിരിക്കുന്നത്. സിനി പ്ലസ് എൻ്റർടൈൻമെൻറ്റ്സിന് നൽകിയ പുതിയ അഭിമുഖത്തിൽ ഗിന്നസ് പക്രു ഗായത്രിയെ എങ്ങനെ കണ്ടെത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മ എന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചു. അതിനാൽ അമ്മ എൻ്റെ വിവാഹത്തെക്കുറിച്ച് പലരോടും പറഞ്ഞു. എനിക്ക് അനുയോജ്യമായ ഒരു പെൺകുട്ടിയെ കണ്ടെത്തണം എന്നായിരുന്നു അമ്മയുടെ ആവശ്യം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നവരിൽ പത്തനാപുരത്തുള്ള ഒരു ചേച്ചിയോടും എനിക്ക് പറ്റുന്ന പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ പറയണേ എന്ന് പറഞ്ഞിരുന്നു. ആ ചേച്ചി എൻ്റെ ഭാര്യയുടെ വീട്ടിൽ പോയി നിങ്ങളുടെ അറിവിലുള്ള ആർക്കെങ്കിലും അത്തരമൊരു വ്യക്തിക്ക് പെൺകുട്ടിയെ കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നോട് പറയണേ എന്ന് പറഞ്ഞു. പക്ഷേ അവരോട് നിങ്ങളുടെ പെൺകുട്ടിയെ കൊടുക്കാമോ എന്ന് ചോദിച്ചില്ല. അത് കേട്ടപ്പോൾ എൻ്റെ ഭാര്യയുടെ മനസ്സിൽ ഒരു തീപ്പൊരി വന്നു. അപ്പോൾ പുള്ളിക്കാരി ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ചു. വീട്ടിലുള്ളവരോട് പറഞ്ഞപ്പോൾ ഇത് തമാശയല്ല, സീരിയസ് ആണെങ്കിൽ നോക്കി ആലോചിച്ചൊക്കെ വേണമെന്ന് അവർ പറഞ്ഞു. പുള്ളിക്കാരിയെ അവളുടെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചു. അതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന്, പിന്നീട് അതൊരു പ്രശ്നമാകരുതെന്നുമൊക്കെ ആളുകൾ ഉപദേശിച്ചു. അങ്ങനെ അവൾക്ക് താല്പര്യമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കാര്യം സീരിയസ് ആണെങ്കിൽ ഞാനും അവളെ പോയി കാണണമെന്ന് കരുതി. അങ്ങനെ ഞാൻ അവളെ പോയി കണ്ടു. പിന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വിവാഹം നടക്കുകയായിരുന്നു എന്നാണ് ഗിന്നസ് പക്രു പറഞ്ഞത്.